നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി അൽഫാമാണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഉള്ളി, പച്ചമുളക്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക്, അതായത് അതൊക്കെ വേണ്ടു അതിന്, പക്ഷേ അതൊക്കെ വെച്ച് നമ്മൾക്ക് ഒരു കിടുക്കാച്ചി അൽഫാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ചിക്കൻ വെറൈറ്റീസ് ഉണ്ടാക്കൂ, ചിക്കൻ അതുണ്ടാക്കും. എന്തായാലും നമുക്ക് ഈ വീഡിയോ അടിപൊളിയാക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി ഇരുന്ന് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അൽഫാമിലേക്ക് പോകാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാലേ ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്യുക, നാലാക്കിയിട്ട് നാലാക്കി ഇങ്ങനെ കട്ട് ചെയ്യുക. നമ്മുടെ ചിക്കനെല്ലാം കട്ട് ചെയ്ത് വെച്ചു, വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് മാരിനേഷനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് തൈര് ആവശ്യമാണ്. ഞാനിന്നിവിടെ 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ കൂട്ടുകളാണ് ഇതൊക്കെ. കുറച്ച് തൈര്, ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് മൊത്തം ഇടണ്ട. നമുക്ക് പിന്നെ നോക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് അരക്കണേൽ നമുക്ക് ആ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിൽ നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ചിക്കനും എടുത്ത് നമുക്കിതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ, ഫസ്റ്റ് മാരിനേഷനാണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി ഇതൊരു 30 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഈ 30 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വേറെ കുറച്ച് അരയ്ക്കാനൊക്കെ, കുറച്ച് സെക്കൻഡ് മാരിനേഷനുള്ള അരയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇത് കറക്റ്റായിരിക്കും. അൽഫാം ചിക്കൻ ഇതിന് റെഡി ആയിട്ട്, മറ്റേ ഫസ്റ്റ് മാരിനേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് മാരിനേഷനായിട്ട് നമുക്കത് ഈ സംഭവങ്ങളൊക്കെ അരച്ച് വറുത്തരയ്ക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ വറ്റൽ മുളക് കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു സ്പൂണോളം കുരുമുളക്, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒക്കെ കുറച്ചായിട്ട് എടുക്കുക. ഒരു 2 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 1.5 സ്പൂണോളം ജീരകമാണ് നമ്മളിത് വറുത്തരയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂട്ടിന് നമുക്ക് ഒന്ന് ചൂടാക്കി നമുക്ക് മിക്സിയിലിട്ട് വറുത്ത് അരയ്ക്കാം. നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കാം. കൂട്ടിയിട്ട് ഈ മസാലക്കൂട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. വറുത്തത് മിക്സിയിലിട്ട് പൊടിക്കരുത്, നല്ല ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല. പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പൊടിച്ച് വെച്ച ഇതിലേക്ക് ഇനി ഒരു 5-8 ചെറിയുള്ളി ഇടുക. അൽഫാമിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വേറൊരു ഇത് വരും. പിന്നെ ഒരു വലിയുള്ളി, ഒരു 2-3-4 പച്ചമുളക്, ഒരു 2 തക്കാളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കണം. നമ്മുടെ എല്ലാം അരഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. ഇനി ഈ മസാലക്കൂട്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ മസാലക്കൂട്ടൊക്കെ ഇട്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്ത് ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോരാ തോന്നി നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്യാൻ ഒരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വയ്ക്കുക. 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഗ്രില്ല് തയ്യാറാക്കി പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ 4 മണിക്കൂർ ഇരിക്കട്ടെ. ഇതിങ്ങനെ വയ്ക്കാം, ഫ്രീജിൽ വെക്കാൻ പറ്റുന്നവർക്ക് ഫ്രിഡ്ജിന് വയ്ക്കാം, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ
കല്ലെല്ലാം സെറ്റ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചകിരി ആഡ് ചെയ്ത് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിനി വിറകിട്ട് കത്തിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് കനൽ കിട്ടുക. ഫസ്റ്റ് കനലാവാൻ കുറച്ച് പണിയുണ്ട്. കനലെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് ഈ തീയൊന്ന് കണയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് വയ്ക്കാം. ഈ തീക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഫാനൊക്കെ വെച്ചിരിക്കുന്നത്. കുറച്ചൊരു കനൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഗ്രില്ല് വയ്ക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കത് വെച്ച് കൊടുക്കാം. തീ കത്തുന്നുണ്ട്. അത് നോക്കുമ്പോഴേക്കും ലൈറ്റ് പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മസാലക്കൂട്ട് ബാലൻസ് ഉണ്ട്. നമുക്കിത് മറിച്ചിടുന്ന സമയത്ത് അതിൽ നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മറിച്ച് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുറച്ച് ഇങ്ങനെ കരിഞ്ഞ് അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പക്ഷെ അത് ഫുള്ളായി കരിയല്ല, മസാല അങ്ങനെ ചൂട് ഇതാവുമ്പോൾ ആവുകയാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ വെച്ച് അടിപൊളിയാക്കാം. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല മുറുക്കോ കഴിയും. സംഭവം അടിപൊളിയുണ്ട്. എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ട്രൈ ചെയ്ത് വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വലിയ ഇതൊന്നുമല്ല. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ